ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഒരാൾ കൂടി കസ്റ്റഡിയിൽ. പിടിയിലായത് അഖിൽ മുഖ്യപ്രതിയെന്ന് പോലീസ്. സിദ്ധാർത്ഥൻ നേരിട്ടത് കൊടിയ പീഡനം, ഭക്ഷണം പോലും കൊടുത്തില്ല. മരണം ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെയെന്ന് പോലീസ്. നിർണായക മൊഴി ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം. ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. SSLC പരീക്ഷ തിങ്കളാഴ്ച മുതൽ. ഹയർ സെക്കൻഡറി 1ഉം 2ഉം വർഷ പരീക്ഷകൾ നാളെ മുതൽ 26 വരെയുള്ള 9 ദിവസങ്ങളിലാണ് നടക്കുന്നത്. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം. ഭരണഘടനയുടെയും ജനാധിപത്യത്തിന്റെയും വിജയമെന്ന് മന്ത്രി P. രാജീവ്. നിർഭാഗ്യകരമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പാകിസ്ഥാനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ആഞ്ഞടിച്ച ഇന്ത്യ. കാശ്മീർ വിഷയം തങ്ങളുടെ ആഭ്യന്തര വിഷയമാണെന്നും അത് സഭയിൽ ഉന്നയിക്കാൻ പാകിസ്ഥാൻ അവകാശമില്ലെന്നും ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗ്. സന്ദേശ് ഗാലി സംഘർഷത്തിൽ ഒളിവിലായിരുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാൻ അറസ്റ്റിൽ. സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം, ഭൂമി കയ്യേറ്റം എന്നീ കേസുകളിലാണ് പോലീസ് ഷെയ്ഖ് ഷാജഹാനെ പിടികൂടിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. ദീപാദാസ് മുൻഷി, ഹരീഷ് ചൌധരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ മകളെയും പ്രതി ചേർത്ത പോലീസ്. അക്യുപഞ്ചർ ചികിത്സ പഠിച്ചിരുന്ന 19-കാരി ആസിയ ഷമീറ മരിക്കുന്ന സമയം സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് വ്യക്തമായതോടെയാണ് പോലീസ് നടപടി. കർഷക പ്രക്ഷോഭത്തിനിടെ കൊല്ലപ്പെട്ട യുവകർഷകൻ ശുഭകരൺ സിംഗിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്കാരം ഇന്ന് നടക്കുമെന്ന് കർഷക നേതാക്കൾ. മെസ്സി ആരവങ്ങളിൽ പ്രകോപിതനായി കാണികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ച പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സസ്പെൻഷൻ. ഒരു മത്സരത്തിലാണ് വിലക്ക്. അച്ചടക്ക നടപടി സ്വീകരിച്ചത് സൗദി അറേബ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.